നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഏറ്റവും പരിശുദ്ധമായ തടാകം ഏത്? മാനസ സരോവരം, വിക്ടോറിയ, ബേച്ചൽ തടാകം ഇവയൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ തടാകമാണ് മാനസ സരോവരം. ആളിനെ തെറ്റുകൂടാതെ തിരിച്ചറിയുവാനുള്ള ഏറ്റവും ഫലപ്രദമായ പരമ്പരാഗത മാർഗം ഏത്? ഫോട്ടോ, വിരലടയാള പരിശോധന, DNA ടെസ്റ്റ്, സൃഷ്ടി. വിരലടയാള പരിശോധനയാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനമായ ജീവകം ഏത്? ജീവകം A, ജീവകം B, ജീവകം C, ജീവകം K. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായ ജീവകമാണ് ജീവകം A. ആദ്യത്തെ റോബോട്ട് നിർമ്മിച്ചതെവിടെ? അമേരിക്കയിൽ, ഇംഗ്ലണ്ടിൽ, ജപ്പാനിൽ, ചൈനയിൽ. ആദ്യത്തെ റോബോട്ട് എവിടെയാണ് നിർമ്മിച്ചത്? അമേരിക്കയിലായിരുന്നു. ഈച്ചകൾ പരത്തുന്ന രോഗം ഏത്? കോളറ, മന്ത്, ഡെങ്കിപ്പനി, വട്ടച്ചൊറി. താഴെ പറയുന്നവയിൽ ഈച്ചകൾ പരത്തുന്ന രോഗം ഏതാണ്? കോളറയാണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏത്? സ്വിറ്റ്സർലാൻഡ്, അയർലാൻഡ്, ശ്രീലങ്ക, ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹമാണ് ഇന്തോനേഷ്യ. ഇന്ത്യയിൽ സിംഹവാലൻ കുരങ്ങ് ഏതു വനത്തിലാണുള്ളത്? ഗീർ വനം, മംഗളവനം, സൈലന്റ് വാലി, ആമസോൺ. സിംഹവാലൻ കുരങ്ങുകൾ ഏതു വനത്തിലാണ് കാണപ്പെടുന്നത്? സൈലന്റ് വാലി വനത്തിലാണ്. മുകളിൽ നിന്ന് താഴോട്ട് എഴുതുന്ന ലിപി ഏത്? ചൈനീസ്, കന്നഡ, സിംഹള, അറബി. മുകളിൽ നിന്ന് താഴോട്ട് എഴുതുന്ന ലിപി ഏത്? ചൈനീസ് ആണ് ശരിയായ ഉത്തരം. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിന്, പ്രസിഡന്റിന്, ഗവർണർക്ക്, ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ് അധികാരം. പിവറ്റ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്, ബേസ്ബോള്, ബാസ്കറ്റ്ബോള്, സ്നൂക്കർ. പിവറ്റ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോളുമായി ബന്ധപ്പെട്ടതാണ്. രക്തത്തിലെ സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്ന ഹോർമോൺ ഏത്? കോർട്ടിസോൺ, പോസിറ്റോൺ, പ്രൊജസ്ട്രോൺ, ലാക്റ്റിറ്റോക്സിൻ. കോർട്ടിസോൺ ആണ് ശരിയായ ഉത്തരം. കുതിരകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? ഓഫിയോളജി, സീറ്റോളജി, മാമോളജി, ഹിപ്പോളജി. കുതിരകളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഹിപ്പോളജി. ലോക പക്ഷിദിനം എന്ന്? ജനുവരി 10, മെയ് 4, ഏപ്രിൽ 9, ജൂൺ 2. ലോക പക്ഷിദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 9-നാണ്. പത്തായ പക്ഷി എന്ന് വിശേഷിപ്പിക്കുന്ന പക്ഷി ഏത്? പ്രാവ്, പൊന്മാൻ, വെള്ളിമോങ്ങ, മൈന. പത്തായ പക്ഷി എന്ന് വിശേഷിപ്പിക്കുന്ന പക്ഷിയാണ് വെള്ളിമോങ്ങ. അമേരിക്കയുടെ ദേശീയ പുഷ്പമേത്? സുവർണ റോസ്, താമര, ലില്ലി, മന്ദാരം. അമേരിക്കയുടെ ദേശീയ പുഷ്പമാണ് സുവർണ റോസ്. ശ്രീരാമൻ്റെ രാവണവധത്തിന്മേലുള്ള ആഹ്ലാദ പ്രകടനമായി കൊണ്ടാടി വരുന്ന ഉത്സവമേത്? ഹോളി, ദീപാവലി, ദസറ, ദുർഗാപൂജ. ദസറയാണ് ശരിയായ ഉത്തരം. യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസി ഏത്? യൂറോ, ദിർഹം, ഡോളർ, രൂപ. യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസി അറിയപ്പെടുന്നത് യൂറോ ആണ്. കേരളീയനായ ലോക പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ആര്? പ്രൊഫസർ PR പിഷാരടി, ശ്രീകണ്ഠൻ നായർ, മധുസൂദനൻ നായർ, ചന്ദ്രശേഖരൻ നായർ. പ്രൊഫസർ PR പിഷാരടിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ? ചെന്നൈ, മുംബൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം ചെന്നൈയിലാണ്.
ഉർവശി അവാർഡ് 4 പ്രാവശ്യം നേടിയ നടി ആര്? ശാരദ, ഹേമമാലിനി, ശബാന ആസ്മി, ശർമിള ടാഗോർ. ശബാന ആസ്മിയാണ്. ലൈംഗിക ബന്ധത്തിനിടയിൽ എന്ത് ചെയ്യുമ്പോഴാണ് സ്ത്രീകളിൽ പെട്ടെന്ന് രതിമൂർച്ചയുണ്ടാകുന്നത്? ചുംബിക്കുക, കെട്ടിപ്പിടിക്കുക, തലോടുക, ഇവയെല്ലാം. സ്ത്രീകളിൽ രതിമൂർച്ച കൂട്ടാൻ അവളെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഗൺ പൗഡർ കണ്ടുപിടിച്ച രാജ്യം ഏത്? ഏത് രാജ്യക്കാരാണ് ഗൺ പൗഡർ കണ്ടുപിടിച്ചത്? ഇന്ത്യ, ചൈന, ഇറാൻ, പാകിസ്ഥാൻ. ഗൺ പൗഡർ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്ത, ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ട ഭാരതീയ ദാർശനികൻ ആര്? ശ്രീനാരായണ ഗുരു, ശങ്കരാചാര്യർ, മഹാവിഷ്ണു, ദയാനന്ദൻ. ശങ്കരാചാര്യനായിരുന്നു. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ അപകടങ്ങൾ വരച്ചുകാട്ടുന്ന റേച്ചൽ കാർസന്റെ കൃതി ഏത്? പൂക്കാലം, നിശബ്ദ വസന്തം, യവനിക, ഗോളാന്തരം. നിശബ്ദ വസന്തമാണ് ശരിയായ ഉത്തരം. 2 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഇസ്താംബുൾ, റാവന്ന, മൗസിൻറാം, മെക്സിക്കോ. ഇസ്താംബുളാണ് ശരിയായ ഉത്തരം. ഇറാഖിൻ്റെ തലസ്ഥാനം ഏത്? ലിബിയ, ബെൽജിയം, ബാഗ്ദാദ്, ജോർദാൻ. ഇറാഖിൻ്റെ തലസ്ഥാനം ഏത്? ബാഗ്ദാദാണ് ശരിയായ ഉത്തരം. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം ഏത്? റഷ്യ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ബംഗാൾ ഉൾക്കടലിൽ, അറേബ്യൻ കടലിൽ, കരിങ്കടലിൽ. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ കടലിലാണ്. പയർവർഗത്തിൽപ്പെട്ട ചെടികൾ മണ്ണിൽ എന്തിൻ്റെ അളവാണ് വർദ്ധിപ്പിക്കുന്നത്? നൈട്രജൻ, ക്ലോറിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇവയെല്ലാം. നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അന്തർദേശീയ നിലവാരമുള്ള ഒരു കേരളീയ ദൃശ്യകല ഏത്? കഥകളി, ഓട്ടൻതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം. കഥകളിയാണ് ശരിയായ ഉത്തരം. ഏത് പഴത്തിൻ്റെ കുരു അമിതമായി കഴിച്ചാൽ മരിച്ചു പോകും? ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, പപ്പായ. അമിതമായി ആപ്പിളിൻ്റെ കുരു കഴിച്ചാൽ മരണസാധ്യത കൂടുതലാണ്. വയറിൽ ഉണ്ടാകുന്ന അൾസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി? കോവയ്ക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, ഉരുളക്കിഴങ്ങ്. വയറിലുണ്ടാകുന്ന അൾസറിനെ പ്രതിരോധിക്കാൻ വെണ്ടയ്ക്ക ഉത്തമമാണ്. പതിവായി ചോറ് കഴിച്ച ഉടനെ ഉറങ്ങിയാൽ വരാൻ സാധ്യതയുള്ള അസുഖം? ക്യാൻസർ, ക്ഷയം, പ്രമേഹം, സ്ട്രോക്ക്. പതിവായി ചോറ് കഴിച്ച ഉടനെ ഉറങ്ങിയാൽ പ്രമേഹ സാധ്യത കൂടുതലാണ്. ഇന്ത്യയുടെ ദേശീയ പച്ചക്കറിയായി കരുതപ്പെടുന്നത്? മത്തങ്ങ, ചേന, കുമ്പളങ്ങ, ചേമ്പ്. ഇന്ത്യയുടെ ദേശീയ പച്ചക്കറിയായി അറിയപ്പെടുന്നത് മത്തങ്ങയാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തമുണ്ട്? 3 ലിറ്റർ, 5 ലിറ്റർ, 8 ലിറ്റർ, 10 ലിറ്റർ. 5 ലിറ്റർ രക്തം ഉണ്ട്. മധുരം തിരിച്ചറിയാൻ സാധിക്കാത്ത മൃഗം ഏത്? പൂച്ച, പന്നി, നായ, കുരങ്ങൻ. മധുരം തിരിച്ചറിയാൻ സാധിക്കാത്ത മൃഗമാണ് പൂച്ച. വിമാനത്താവളം ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? മണിപ്പൂർ, സിക്കിം, ഉത്തർപ്രദേശ്, ബീഹാർ. വിമാനത്താവളം ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനമാണ് സിക്കിം. മനുഷ്യനിൽ ഒരു മിനിറ്റിൽ എത്ര തവണ കണ്ണ് ചിമ്മും? 37 തവണ, 15 തവണ, 20 തവണ, 18 തവണ. മനുഷ്യനിൽ ഒരു മിനിറ്റിൽ
20 തവണ കണ്ണുകൾ ചിമ്മുന്നു. മരിക്കുന്നതുവരെ വളർന്നുകൊണ്ടിരിക്കുന്ന അവയവം ഏത്? മൂക്ക്, വായ, കണ്ണ്, ചെവി. മരിക്കുന്നതുവരെ വളർന്നുകൊണ്ടിരിക്കുന്ന അവയവമാണ് ചെവി. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പ്രാണി ഏത്? പൂമ്പാറ്റ, കൊതുക്, തുമ്പി ഇവയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പ്രാണിയാണ് തുമ്പി. അന്തരീക്ഷ ഊഷ്മാവ് തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവി ഏത്? ചീവീട്, തേനീച്ച, ചിലന്തി, ഉറുമ്പ്. അന്തരീക്ഷ ഊഷ്മാവ് തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവിയാണ് ചീവീട്. കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേകം കഴിവുള്ള ഔഷധ സസ്യം? വേപ്പ്, തുളസി, കൂർക്ക, മഞ്ഞൾ. കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേക കഴിവുള്ള ഔഷധ സസ്യമാണ് വേപ്പ്. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടി ഏത്? ടോവി, വില്ലോ, ഗ്ലിംബ, സ്നൗഡ. ക്രിക്കറ്റ് ബാറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തടിയാണ് വില്ലോ. ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യം ഏത്? തുളസി, ഏലം, ആര്യവേപ്പ്, കുരുമുളക്. ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന സസ്യമാണ് ആര്യവേപ്പ്. ചെടികളെ ആകർഷകമായ രീതിയിൽ വെട്ടി അലങ്കരിക്കുന്ന രീതി? മൽപ്പറി, ഗ്ലോബറി, ലോയറി, ടോപ്പിയറി. ചെടികളെ ആകർഷകമായ രീതിയിൽ വെട്ടി അലങ്കരിക്കുന്ന രീതിയാണ് ടോപ്പിയറി. പ്രകൃതിദത്തമായ അയഡിൻ ലഭിക്കുന്ന ഒരിനം കടൽപ്പായൽ ആണ് ലാമിനേറിയ, സർഗസം, ഫുനറിയ, മാനിറ്റോൾ. ലാമിനേറിയാണ് ശരിയായ ഉത്തരം. ശരീരത്തിലെ തുലനനില പരിപാലിക്കാൻ സഹായിക്കുന്ന അവയവം? കണ്ണ്, ചെവി, ത്വക്ക്, മൂക്ക്. ശരീരത്തിലെ തുലനനില പരിപാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവികൾ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ട്രിപ്സിൻ, ഗ്ലൂക്കമിൻ, മെലാനിൻ, പെപ്സിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. കഴുത്തിലെ അസ്ഥികൾ എത്ര? മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികൾ എത്ര? 6, 8, 5, 7. മനുഷ്യരിലെ കഴുത്തിലെ അസ്ഥികൾ 7 എണ്ണമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ, സൾഫർ, ഹൈഡ്രജൻ, നൈട്രജൻ. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ആഹാരത്തിൽ നിന്നുള്ള ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം? വൻകുടൽ, ചെറുകുടൽ, ആമാശയം, കരൾ. ആഹാരത്തിൽ നിന്നുള്ള ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് വൻകുടൽ. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നി? പെപ്സിൻ, ടൈലിൻ, തയാമിൻ, ട്രിപ്സിൻ. അന്നത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസഗ്രന്ഥിയാണ് ടൈലിൻ. സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? 33, 27, 32, 34. മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? 32 ആണ്. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം? കാർബൺ, നൈട്രജൻ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ. പല്ലില്ലാത്ത സസ്തനി ഏത്? നീലത്തിമിംഗലം, വവ്വാൽ, മുയൽ, പ്ലാറ്റിപ്പസ്. പല്ലില്ലാത്ത സസ്തനി ഏത്? പല്ലില്ലാത്ത സസ്തനിയാണ് നീലത്തിമിംഗലം. ആഹാരത്തിലെ അന്നജത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്? ഫ്ലോറിൻ, ബ്രോമിൻ, ഹീലിയം, അയഡിൻ. ആഹാരത്തിലെ അന്നജത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് അയഡിനാണ്.
പ്രായപൂർത്തിയായ ഒരാളിന് ഒരു ദിവസം ആവശ്യമായ ധാന്യം 400 ഗ്രാം, 300 ഗ്രാം, 500 ഗ്രാം, 100 ഗ്രാം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമായ ധാന്യം 500. കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർത്താൽ ലഭിക്കുന്ന നിറം ഏത്? വെള്ള നിറം, ചുമപ്പ് നിറം, ഓറഞ്ച് നിറം, കടുനീല നിറം. കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ലായനി ചേർത്താൽ കടും നീല നിറം ലഭിക്കും. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം: മുട്ട, മാംസ്യം, പാൽ, ഇലയിൽ നിന്ന്. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ആവശ്യമായ ഇരുമ്പിൻ്റെ അളവ് 10 ഗ്രാം, 20 ഗ്രാം, 30 ഗ്രാം, 15 ഗ്രാം. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 10 ഗ്രാം ഇരുമ്പ് ആവശ്യമാണ്. കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറി ഏത്? ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ്, തക്കാളി. കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറിയാണ് ക്യാബേജ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ ആഹാര പദാർത്ഥം ഏത്? കടല, സോയാബീൻ, പയർ ഇവയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ ആഹാര പദാർത്ഥമാണ് സോയാബീൻ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ഏത്? ഗോതമ്പ്, മുതിര, മുത്താറി, ചോളം. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യമാണ് ചോളം. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏത്? ജാതിക്ക, മഞ്ഞൾ, ഏലം, കുരുമുളക്. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ലോഹം ഏത്? കാൽസ്യം, ബേരിയം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് മഗ്നീഷ്യമാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏത്? ജീവകം എ, ജീവകം സി, ജീവകം ഡി, ജീവകം കെ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. ആകെ ജീവകങ്ങൾ എത്രയുണ്ട്? 14 ജീവകങ്ങളുണ്ട്. 13, 15, 17. ആകെ എത്ര ജീവകങ്ങളാണ് ഉള്ളത്? 13 ജീവകങ്ങൾ. പക്ഷിപ്പനി ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, പഞ്ചാബ്. മഹാരാഷ്ട്രയിലായിരുന്നു. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗമേത്? എലിപ്പനി, മലമ്പനി, ചിക്കൻ ഗുനിയ, കുഷ്ഠം. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എലിപ്പനി. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗമേത്? കുഷ്ഠം, പ്ലേഗ്, പനി, ക്ഷയരോഗം. ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗമാണ് ക്ഷയരോഗം. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷമേത്? 1986, 1985, 1980, 1987. 1987 ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത്? അമേരിക്ക, ഇന്ത്യ, ആഫ്രിക്ക, നേപ്പാൾ. ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലായിരുന്നു. ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന പാമ്പേത്? മൂർഖൻ, ചേര, അണലി, രാജവെമ്പാല. ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന പാമ്പ് അണലിയാണ്. പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ, തൈക്കാട് അയ്യ, അയ്യങ്കാളി, ബഷീർ. തൈക്കാട് അയ്യയായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്? മുരുകൻ, ശേഖരൻ, വേലൻ, അയ്യപ്പൻ.
ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞതാര്? സുരേന്ദ്രനാഥ ബാനർജി, ലാലാ ലജ്പത് റായ്, CR ദാസ്, ബാലഗംഗാധര തിലകൻ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനായിരുന്നു. മുട്ടത്തോടിലെ പ്രധാന രാസവസ്തു ഏത്? കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം കാർബണേറ്റാണ് മുട്ടത്തോടിലെ പ്രധാന രാസവസ്തു. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഉത്തർപ്രദേശാണ്. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? നൈട്രജൻ, ഹൈഡ്രജൻ, കാർബൺ, അമോണിയ. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ബാരോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, സോണാർ, ടെലസ്കോപ്പ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്ററാണ്. കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ അനുകരണമായ കേരളീയ കലാരൂപം ഏത്? വേലകളി, അർജുന നൃത്തം, വെള്ളാട്ട്, പടയണി. വേലകളിയാണ് ശരിയായ ഉത്തരം. വലിയ മുലകളുള്ള സ്ത്രീകളുടെ സവിശേഷത എന്ത്? അഹങ്കാരിയായിരിക്കും, ദേഷ്യക്കാരിയായിരിക്കും, സൗമ്യമുള്ളവളായിരിക്കും, രതിവികാരം കൂടിയവളായിരിക്കും.